വെൽക്കം ടു റസിയാസ് കിച്ചൻ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ബ്രെഡ് ബോക്സ് ആണ്. അതിനുവേണ്ടി ഞാനിവിടെ 100 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇത് ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. അതിനുശേഷം അത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു സവാള എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു മീഡിയം സൈസ് ക്യാരറ്റ്, ഒരു പകുതി ക്യാപ്സിക്കം, ഒരു 3 പച്ചമുളക്, പിന്നെ നമുക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ വേണം, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 5-6 അല്ലി വെളുത്തുള്ളി ചെറിയ പീസാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് മല്ലിയില. ഇനി നമുക്ക് ഫില്ലിങ്ങിന് ആവശ്യമുള്ള സാധനങ്ങള്. ഇനി നമുക്ക് ഇത് വഴറ്റിയെടുക്കാം. ഇനി ഫില്ലിങ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ബട്ടറാണ് ഞാൻ എടുത്തിട്ടുള്ളത്, അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് എടുത്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ട് മൊരിഞ്ഞു വരുന്നുണ്ട്. ഇനി നമുക്ക് എടുത്ത് വെച്ചിട്ടുള്ള സവാള അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 1 ടീസ്പൂൺ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് ആണ്. ഒരുവിധം വഴന്ന് വന്നിട്ടുണ്ട് സവാള. ഇനി നമ്മളിട്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ച് ക്യാരറ്റ് ഇടാം. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണത്. നമുക്ക് ഫില്ലിങ് ഉണ്ടാക്കുന്ന ഒരു സമയം മാത്രമേ വേണ്ടൂ. ഈ ഫില്ലിങ് നമ്മൾ മുന്നേ ഉണ്ടാക്കി നമുക്ക് ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ക്യാരറ്റ് ഒരു 3/4 വേവ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഈ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഉപ്പ് നോക്കിയതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ക്യാപ്സിക്കം ഇടാം. നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ഈ മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് കുറച്ച് ചീസാണ്. മൊസറല്ല ചീസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമ്മളിത് ചൂടാറിയതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ നമ്മളെ ഫില്ലിംഗ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഉപ്പും എരിവൊക്കെ നമുക്ക് നോക്കിയിട്ട് നമ്മുടെ പാകത്തിന് ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മളുടെ ബ്രെഡ് ബോക്സിനുള്ള ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പൊ നമ്മളുടെ ഫില്ലിംഗ് ഒക്കെ നല്ല ചൂടാറിയിട്ടുണ്ട്. ഞാനൊരു 3/4 കപ്പ് മൊസറല്ല ചീസ് എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് നമുക്ക് ഫില്ലിങ്ങിലേക്ക് ഇട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ബാക്കി നമുക്ക് ബ്രെഡിന്റെ സ്ലൈസിൽ വെക്കാൻ വേണ്ടിയിട്ട് എടുക്കാം. ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ ഇനി നമുക്ക് ചീസ് ബോക്സ് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പൊ അതിനു വേണ്ടി ഞാൻ ആദ്യം 2 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിൽ ഒരു സ്ലൈസിൽ ഞാൻ ചീസ് സ്പ്രെഡാണ് സ്പ്രെഡ് ചെയ്യുന്നത്.
ഒരു സ്ലൈസിൽ മൊസറല്ല ചീസും വെക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഈ സ്ലൈസിലേക്ക് ഒരു ടീസ്പൂണ് ചീസ് സ്പ്രെഡ് ഇടാം. ഇത് ഓപ്ഷനിലാണ്, വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിച്ചാൽ മതി. ഇനി ഇതിൽ നമുക്ക് കുറച്ച് മൊസറല്ല ചീസ് ഇടാം. ഈ മൊസറല്ല ചീസ് വെച്ചിട്ടുള്ള ഈ സ്ലൈസിന്റെ മേലേക്ക് നമ്മൾ ഫില്ലിങ് നമുക്ക് വെച്ചു കൊടുക്കാം. നമുക്ക് കൈ കൊണ്ട് തന്നെ വെക്കാൻ നല്ലത്, എന്നാലും നമുക്ക് ഇങ്ങനെ പരത്തി സ്പ്രെഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ ഞാൻ ഒരു സ്ലൈസിന്റെ മേലെ ഫില്ലിങ് വെച്ചിട്ടുണ്ട്. അധികം വല്ലാതെ അങ്ങനെ പൊന്തിച്ച് വെക്കരുത്, അങ്ങനെ ആകുമ്പോൾ നമുക്കത് സീൽഡ് ആയിട്ട് കിട്ടില്ല. അപ്പൊ നമുക്ക് ഈ ചീസ് സ്പ്രെഡ് ചെയ്തിട്ടുള്ള ആ സ്ലൈസ് എടുത്ത് ഇതിന്റെ മേലേക്ക് വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. സൈഡിലൊക്കെ ഒന്ന്. ഇത് നമ്മൾ അരികെ മുറിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. വേണമെന്നുണ്ടെങ്കിൽ കുറച്ചൊരു പഴകിയ ബ്രെഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അരികെ ഇങ്ങനെ പൊട്ടിപ്പോരും. അങ്ങനെയാണെങ്കിൽ നമ്മൾ സൈഡ് കട്ട് ചെയ്തെടുത്തിട്ട് ഫില്ലിങ് വയ്ക്കായിരിക്കും നല്ലത്. ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതിന്റെ സെന്ററിലാണ് കട്ട് ചെയ്യുന്നത്. നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ ഇത് 4 പീസാക്കി ഇവിടെ ഒന്നും കൂടി കട്ട് ചെയ്തെടുക്കാം. ഈ സൈഡിലൊക്കെ ഒന്ന് ഉള്ളിലേക്ക് ആക്കി കൊടുത്ത് നന്നായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ബ്രെഡിന്റെ പീസ് എടുത്തിട്ട് ആദ്യം 2 കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാലും കുറച്ച് ഉപ്പുപൊടി ഇട്ട് അടിച്ചെടുത്തിട്ടുള്ളതാണ്. ഇതിലൊന്ന് മുക്കിയതിന് ശേഷം പെട്ടെന്ന് തന്നെ നമ്മൾ എടുക്കണം, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് സോഫ്റ്റ് ആയി പോകും. ഇനി നമുക്കത് ഈ ബ്രെഡ് പൊടിയിലിട്ടൊന്ന് റോൾ ചെയ്തെടുക്കാം. സൈഡിലൊക്കെ ഒന്ന് നന്നായിട്ട് ബ്രെഡ് ക്രംസ് ആയിക്കോട്ടെ, അതല്ലെങ്കിൽ നമ്മൾ എണ്ണയിലിടുമ്പോൾ ഫില്ലിങ് പുറത്ത് വരാൻ ചാൻസ് ഉണ്ട്. ഇതുപോലെ നമുക്ക് എല്ലാ ബ്രെഡിന്റെ സ്ലൈസും മുട്ടയിലും ബ്രെഡ് ക്രംസിലും മുക്കിയെടുക്കാം. ഇനി നമുക്ക് ഈ ബ്രെഡ് ബോക്സ് പൊരിച്ചെടുക്കാം. ഇപ്പൊ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് പൊരിച്ചെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം ഇത് പൊരിച്ചെടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവുള്ളൂ. ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കത് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പൊ ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്കത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതുപോലെ നമുക്ക് എല്ലാം പൊരിച്ചെടുക്കാം. ഒരു സ്ലൈസ് ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം. നമ്മൾ ചീസ് ഇട്ടുകൊണ്ട് തന്നെ നല്ലൊരു ജ്യൂസി ആയിരിക്കും. അപ്പൊ നമ്മളെ ബ്രെഡ് ബോക്സ് ഒക്കെ കഴിക്കാൻ റെഡി ആയിട്ടുണ്ട്. ഞാൻ 7 ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.